ഹലോ ഗൈസ്, ആർട്ട് കഫേയുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി സാധനമായിട്ട് വന്നിട്ടുള്ളത്. എന്താണ് വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പനിയിൽ കഴിഞ്ഞ് എല്ലാവരും കണ്ടിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു സർപ്രൈസ് ആണ് എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കമ്പനിയിൽ കണ്ടിട്ടാണല്ലോ എല്ലാവരും വരിക അല്ലേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ആ പഴയ കാലത്തോട്ട് നമ്മളൊന്ന് തിരിച്ചു കൊണ്ടുപോകാനുള്ള നമ്മളെ കപ്പയും നല്ല നാടൻ ചമ്മന്തിയും. ആ നാടൻ ചമ്മന്തി അതിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കാണണം. എന്നിട്ട് മുഴുവൻ ഇരുന്ന് കാണണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ മുഴുവൻ ഇരുന്ന് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ നല്ല നാടൻ കപ്പയാണ് വാങ്ങി കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കപ്പ എന്ന് പറയും, പൂളാന്നും പറയും, വേറെ നാട്ടിൽ എന്തൊക്കെ പറയുന്ന ഒരു പിടിവില്ല. അപ്പോൾ നമ്മൾ നല്ല കിടിലൻ നാടൻ കപ്പ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഒരു പുതിയ ചട്ടി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇത് വൃത്തിയാക്കുക എന്നുള്ള സംഭവം വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാനത് വളരെ വേഗത്തിൽ സ്പീഡിലായിട്ടാണ് കാണിക്കാൻ പോണത്. വെറുപ്പിച്ചിട്ട് ഇനി ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വെച്ചിട്ടാണ്. ആരും സ്കിപ്പ് ചെയ്യരുത്, മുഴുവൻ കാണേ. ഇനി രണ്ട് തറ്റം ഒന്ന് കളയാണ്, കാരണം അവിടെ കുറച്ച് ബലം കൂടുതലുണ്ടാവും. കുറച്ച് ബലം ഉണ്ട് കേട്ടോ. നാടൻ കപ്പയാണേ, നമ്മളെ കോട്ടക്കൽ ഭാഗത്ത് നിന്ന് വരുന്ന നാടൻ കപ്പയാണ്. അതായത് നമ്മൾ ഈ കപ്പയ്ക്ക് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് ആണല്ലോ. അപ്പോൾ അത് ഇനിയിപ്പോൾ ഈ മരത്തിനും തെങ്ങിനൊക്കെ ഇടുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഈ മീൻ പിടിക്കുന്ന തൊട്ടടുത്ത് തോടൊഴുകുന്നുണ്ട്, ആ തോട്ടിൽ നിന്നാണ് ഞങ്ങൾ മീൻ പിടിക്കാറ്. കപ്പ എന്താ ഇവ ഇങ്ങനെ നേരാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് സംശയം തോന്നും. വേറെ ഒന്നുകൊണ്ടല്ല, കത്തി നല്ല മൂർച്ചുണ്ട്, പുതിയ കത്തിയാണ്. നേരത്തെ ഒന്ന് പാളി കയ്യുമ്പോൾ തട്ടിയാൽ അപ്പോൾ മുറിയും. അപ്പോൾ നാടൻ ലെവല് പറഞ്ഞാൽ ഇങ്ങനെ ആക്കണ പരിപാടിയില്ലേ, അത് ഇടയ്ക്കേ പറ്റുന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ പൂളയുടെ തൊലിയൊക്കെ കളഞ്ഞു. ഞങ്ങൾ മൂന്നെണ്ണം വാങ്ങി, സോറി. അപ്പോൾ ഒരെണ്ണം എടുക്കുന്നുള്ളൂ, കാരണം ഇത്തിരി കുഞ്ഞൻ ചട്ടിയാണ്, ഒരു നാടൻ ലെവലിലുള്ള ഒരു കുക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കുറച്ചെടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. ആദ്യം സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇത്. വീട്ടിലൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്ന കണ്ടില്ലേ, അമ്മമാരൊക്കെ എങ്ങനെയാണ് ഇത് മുറിക്കുക. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും പഠിച്ചു കിട്ടുക. നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം സൈസിലാണ് നമ്മൾ എടുക്കുന്നത്. വല്ലാണ്ട് വലുതാക്കുന്നില്ല. അത് പറഞ്ഞ പോലും കത്തി ഒന്ന് കയറി, അതാണ്. പിന്നെ ഈ നടുവിലുള്ള ആ ഭാഗമില്ലേ, ആ വേര് പോലുള്ളത്, അത് പരമാവധി നമ്മൾ ഒഴിവാക്കണം. കഴിക്കുന്ന സമയത്ത് അത് വായപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഏകദേശം വൈകുന്നേരം 4:30-5 മണി ആയിട്ടോ. പാടത്താണ്, വെളിച്ചം നല്ല വെയിലുള്ളതുകൊണ്ട് ഞങ്ങൾ ഇത്രയും വൈകിയത്. പക്ഷേ മഴക്കാറുള്ളതുകൊണ്ട് സമയം പെട്ടെന്ന് പോകുന്നുണ്ട്. ഇയാളെന്നെ നമ്മൾ എന്തായാലും എടുക്കണില്ല. നല്ല കപ്പ കേട്ടോ. അപ്പോൾ നമ്മളെ കപ്പ മുഴുവൻ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഈ ഒരു പാത്രത്തിൽ ഏകദേശം ഒരു കാൽഭാഗത്തോളം വന്നിട്ടുണ്ട്. ഇനി മുഴുവൻ ഇട്ട് കഴിഞ്ഞത് നിറഞ്ഞു ഒഴുകും. അതുകൊണ്ട് നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് കഴുകി വൃത്തിയാക്കിയൊക്കെ സെറ്റാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ഇത് കുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ കുക്ക് ചെയ്യാൻ പോകാം. അപ്പോൾ നമ്മളിതാ ഈ തോട്ടിൻ കരയിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ പോണത്. നമുക്ക് സ്റ്റവ് ഓണാക്കാം. അയ്യോ, അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. ഇനി നമ്മളുടെ ചട്ടി വെച്ച് കൊടുത്ത് വെള്ളം നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വീട്ടിൽ നിന്ന് കൊടുക്കുന്ന വെള്ളം കേട്ടോ, അത് നല്ല വെള്ളമാണ്. അപ്പോൾ അതാ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് മുങ്ങി കിടക്കുന്ന അത്ര വെള്ളം ഒഴിക്കണം, എന്നാലേ ആ എന്ത് കഴിയുമ്പോൾ വെള്ളം വറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അത്രത്തിൽ കുറേ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പ് നമുക്ക് അതിന് മുകളിലൂടെ ആണ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുക്കണം. അയ്യോ, ഉപ്പ് കുറച്ച് കൂടിപ്പോയ പണിയാണ്, കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഉപ്പ് ഒരിക്കലും അങ്ങനെ തെറ്റാറില്ല, നമുക്ക് അറിയണില്ലേ. കറക്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഇത് ഏകദേശം ഒരു 15 മിനിറ്റോളം വേവാനുണ്ട്. അപ്പോഴാണ് നമ്മളുടെ സ്പെഷ്യൽ സാധനം ഇരിക്കുന്നത്. നമ്മളെ നാടൻ ലെവല് ചമ്മന്തി ഉണ്ടാക്കുവാണ്. ചെറിയ ഉള്ളിയും പച്ചമുളകും അതേപോലെ പച്ച മാങ്ങയും ചേർത്തുള്ള നല്ല കിടിലൻ ചമ്മന്തി. നമുക്കത് ഉണ്ടാക്കി വരാം. അപ്പോഴേക്കും ഇത് റെഡി ആയിക്കോട്ടെ. ഓക്കെ, നമ്മളിതാ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കല്ലൂരുള്ളി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയ ഉള്ളി, പച്ചമുളക്, പച്ചമാങ്ങ, ഈ 3 ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള ഉപ്പും കൂടി ഉണ്ട്. അത് എല്ലാവരും ഇടണമല്ലോ, അതുകൊണ്ട് പറയണില്ല.
അപ്പോൾ ഉപ്പും കൂടി ഉണ്ട്. അങ്ങനെ ഈ ഒരു 4 ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള അല്ല പച്ച മസാല, അതായത് നമ്മളുടെ പച്ച ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം ജസ്റ്റ് ഇതിനൊന്ന് ചതച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് സ്ഥലം ഉണ്ടാക്കിയതിന് ശേഷം അടുത്തത് ഇനി പച്ചമുളക് അരിഞ്ഞു കൊടുക്കുകയാണ്. കുറച്ച് ഉള്ളി സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതൊരു പീസേ ഇടുന്നുള്ളൂ. നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ തോട്ടിൽ നിന്നിട്ടാട്ടാ ഒരു വെറൈറ്റി കുക്കിംഗ് നമ്മൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി ഇതും കൂടി ചതച്ചതിന് ശേഷം നമുക്ക് ഈ മുളക് മാങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം തന്നെ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ആ മണം ഉണ്ടല്ലോ, ചമ്മന്തിയുടെ മണം, അതിങ്ങനെ അടിച്ച് കയറുണ്ടേ. അപ്പം മാങ്ങ അരിഞ്ഞിടാൻ പോവാണ്. നീ നല്ല മൂർച്ചുണ്ട് കത്തി, കുറച്ച് അപകടമാണിത് സത്യം പറയാ വെച്ചാൽ. അത്ര മൂർച്ചുണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ചെറിയൊരു പീസ് ഇടണുള്ളൂ. പൊന്നെ എന്താ മണച്ചിട്ടാ, അടിപൊളി മണം. വായിലിങ്ങനെ ഈ സൈഡിൽ കൂടെ തന്നെ വെള്ളം ഇരിക്കില്ലേ, അല്ലെങ്കിൽ ഇത് അരിഞ്ഞെടുത്തിട്ടാ. നമുക്കിന്നെ ഒരു ചെറിയ 2-3 കഷ്ണാക്കിയിട്ട് അരിഞ്ഞിടാം. നമ്മളെ കപ്പ അവിടെ കിടന്നിട്ട് വെന്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കാണ്ടാവും. മാങ്ങ കൂട്ടിയിട്ട് ഒരു ചത, കണ്ണിക്കൊക്കെ തെറിച്ചാൽ നല്ല രസം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മൂടി പിടിക്കുന്നുണ്ട്, എന്നാലേ അത് തെറിക്കാതിരിക്കുള്ളൂ. ഈ ഒരു ചമ്മന്തിയുടെ മണം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അതിനെ കഴിക്കാൻ തോന്നുന്നു എടുത്തിട്ട്. ഇനി ഉപ്പ് ചേർക്കാണ്ട്, ഉപ്പ് കൂടിയും ചേർത്തിട്ട് ഞാൻ എന്തായാലും ടേസ്റ്റ് നോക്കും. അതിൽ പന വെള്ളം വന്നിട്ട് എടുക്കാൻ വയ്യ. അപ്പോൾ നമ്മളിതിൽ കുറച്ച് മീഡിയം രീതിയിൽ ഉപ്പിടുള്ളൂ. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം തന്നെ ഇത് മിക്സ് ചെയ്യണ ഞാൻ നോണം അറിയില്ല, സത്യമായിട്ടും വായ വെള്ളം വരുന്നുണ്ട്. സൈഡിൽ കൂടെ ഒക്കെ വെള്ളം ഇരിക്കുന്നു. ഇവിടെ ഒരു ഉള്ളി ചതഞ്ഞില്ല, ദുഷ്ടൻ. കുഴപ്പമില്ല. ഈ ഒരു വെളിച്ചെണ്ണ കൂടി ആകുമ്പോൾ വെളിച്ചെണ്ണ കൂടി വേണതിൽ, എന്നാലേ നമ്മളുടെ ആ ഒരു പഴയ കാലത്തേക്കുള്ള നമ്മളുടെ ആ ഒരു നൊസ്റ്റാൾജിയയിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുള്ളൂ. നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചമ്മന്തി അത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കൂടി വേണം. വെളിച്ചെണ്ണ കൂടി ചേരുമ്പോൾ പൊള്ളിയാണ്. അപ്പോൾ ഇനി വെളിച്ചെണ്ണ കൂടി നമുക്ക് ഇതിൽ ചേർക്കാം. ഇനി നമ്മളിതാ വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർന്നുണ്ടെങ്കിലേ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ആ സ്മെല്ലിങ്ങനെ അടിച്ച് കയറുണ്ടേ. എന്തായാലും കപ്പയുടെ കൂടെ കഴിക്കുള്ളൂ. ഞാൻ വെറുതെ ആ ഒരു ക്ഷമയെ എന്തായാലും കൂടുതലായിട്ട് ഇതാക്കുന്നില്ല. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാണ്ട്. ഏകദേശം വെന്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഒരു നാടൻ കപ്പ ആയതുകൊണ്ടൊക്കെ തന്നെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഓക്കെ, ക്യാമറ എടുത്ത് കൊടുന്ന് കാണിച്ചു തരാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ, വെന്തുണ്ടോ എന്നൊരു കൺഫർമേഷൻ വേണ്ടേ. പണിപാളി, ആദ്യത്തെ വീണ് പോയി. പൊളി വേറെ എടുക്കാം. ആരോടും പറയില്ല കേട്ടോ, അതൊന്നും ആരും കാണുന്നില്ലല്ലോ അല്ലേ. നന്നായി വന്നിട്ടുണ്ട്. അടിപൊളി വന്ന് ഉപ്പൊക്കെ അടിപൊളിയാണ്. ഇനി നമുക്ക് നമ്മുടെ ചമ്മന്തി കൂട്ടി ഒരു അടി അടിക്കണം. ആരും ഇവിടുന്ന് പോവല്ലേ, മുഴുവൻ കാണട്ടോ. ആ പഴയ നൊസ്റ്റാൾജിയയിലേക്ക് പോകണ്ടേ. അപ്പോൾ വായ മക്കളെ. അപ്പോൾ നമ്മളുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മളുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാനാണ്. നമുക്ക് ഈ ഒരു ഇലയിലോട്ട് ഇത് മൊത്തത്തിലൊന്നുണ്ട് കൊട്ടി വെക്കാം. വെള്ളമൊക്കെ നമ്മൾ ഊറ്റി കളഞ്ഞിട്ട്. ഓക്കെ, ഹൈവ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുക എരിവ് ഇതൊക്കെ വരുന്നതാണല്ലേ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. വായലിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ച് ഇനി എനിക്ക് സമയമില്ലേ കളയാൻ. ഉറുമ്പേ ഉറുമ്പേ, എനിക്ക് വേറെ തരാം ഒരു ഉറുമ്പ് വന്ന് കയറി. ഓക്കെ, ഒരു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു പീസ്, അതായത് അതിനെ കടിച്ച ക്ലിക്ക് എന്നുള്ള പോണ സാധനം കേട്ടോ. അതും നമ്മളുടെ ചമ്മന്തിയും ചേർത്തിട്ട് ഒരു പിടി പിടിക്കാം. നമ്മളുടെ ചമ്മന്തി മാങ്ങയുണ്ട്, കുറച്ച് മുളകും ആ ഉള്ളിയൊക്കെ ചേർത്ത് ഇങ്ങനെ ഒരു പിടി പിടിക്കാം. ഒരു പിടി പിടിക്കാൻ പോവാണേ. അടിപൊളി. സത്യം പറയട്ടെ, ചെറുപ്പത്തിൽ അമ്മമ്മയൊക്കെ ഉണ്ടാക്കിയ ആ ഒരു രുചിയുടെ ഉള്ളിലോട്ട് പോയിട്ടോ.
പൊന്നെ കണ്ണു വെള്ളം വരുന്നു. എരിഞ്ഞിട്ട് മാത്രമല്ല, ആ പഴയ നമ്മളെല്ലാവരും കൂടെ ഒന്ന് കഴിക്കുമ്പോൾ ആ പഴയ പണ്ട് കിട്ടിയ ഒരു രുചി ഉണ്ടല്ലോ, അത് മനസ്സിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കേട്ടോ. ഒരെണ്ണം കൂടി ഞാൻ കഴിക്കുകയാണ്. ഒരെണ്ണം എന്നല്ല, ഇത് മുഴുവൻ കഴിക്കും. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഞാൻ നുണ പറയല്ല, സത്യം പറയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പഴമയ്ക്ക് നമ്മുടെ പഴയ ഒരു ഓർമ്മകളിലോട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ തമാശ ആദ്യം വിചാരിച്ചില്ല എത്രത്തോളം ആ ഒരു ഫീല് കിട്ടുന്നു. പക്ഷേ പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്ര അധികം ടേസ്റ്റ് ഉണ്ട്. റാഷിയുടെ വായിൽ വെള്ളം വരുന്നുണ്ടാവും. അപ്പം ഞാൻ ഇതും കൂടി കഴിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒന്നും പറയാ, ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഓരോരോ ഭക്ഷണം. ഒന്നുമില്ലാത്ത കാലഘട്ടങ്ങളിൽ നമ്മളുടെ ചില പാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, കർക്കിടക മാസ കാലങ്ങളിലൊക്കെ. അത് ശരിക്ക് അനുഭവിച്ചവർക്ക് അറിയുള്ളൂ. എനിക്ക് ആ ഒരു ഫീലിലോട്ട് തിരിച്ചു പോയ, അങ്ങനെ തന്നെ പറയാം, തിരിച്ചു പോയി. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. പഴയ ആ ഒരു രുചിയിലോട്ടൊന്ന് തിരിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതൊരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ അങ്ങ് ഇടിച്ചിടിച്ച് പൊട്ടിക്കുക. അടുത്തൊരു വീഡിയോ ചെയ്യുന്നവരെ ബൈ.